കൃഷ്ണ എന്തോ പഞ്ചാബി ഹൗസ് കണ്ടിട്ടുണ്ടോ? ഉണ്ട്. അതിലെ ആ സിനിമയില് ഈ കൊച്ചിൻ ഹനീഫ ഇവരെ രണ്ടുപേരെയും ആ പഞ്ചാബി ഹൗസിലാക്കിയിട്ട് ഇറങ്ങുന്ന ഒരു സമയം ഇവർ രണ്ടുപേരും കൂടെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അയ്യോ മുതലാളി പോവല്ലേ, മുതലാളി ഞാനില്ലെങ്കിൽ മുതലാളിക്ക് പറ്റില്ല എന്ന് പറയുന്ന പോലെ ഇറങ്ങി പോകുന്നൊരു സീനുണ്ട്. പെട്ടെന്ന് അങ്ങനെ ഒരു സംഭവം ഇന്നലെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കണ്ടു. എന്താ സംഭവം എന്ന് പറയാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ അത് കണ്ടു. എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ സുഗതന് ലീവ് കൊടുത്തിരിക്കുകയാണ്. എങ്ങോട്ട്? 6 മാസത്തേക്ക് എന്തോ ലീവ് കൊടുത്തിരിക്കുകയാണ് പോകാൻ. അറിയാലോ നമ്മളുടെ സുഗതൻ എന്ന് പറയുന്നത് അത്രയും ഫേമസ് ആയ ഒരാളാണ്. കാപ്പ കേസിലൊക്കെ പ്രതിയാണ്. നിരവധി കേസുകൾ അദ്ദേഹം സ്വരുക്കൂട്ടി വച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ അവധി കൊടുത്തിരിക്കുകയാണ്. ഞാൻ വിചാരിക്കുന്നത് എന്താ സ്കൂളാണോ അവിടെ അവധി കൊടുക്കാനൊക്കെ? ഇങ്ങനെ അവധിക്ക് പൊക്കോളൂ അല്ലെ? സാറിന് ഇന്നലെ മിക്ക ജില്ലകളിലും മഴയായിട്ട് അവധിയായിരുന്നു അല്ലെ? അപ്പം ഞാനും വിചാരിച്ചു ഇങ്ങനെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കനത്ത കാപ്പ കേസുകളെ തുടർന്ന് സുഗതന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വളരെ രസകരമായിട്ട് തോന്നിയ ഒരു കാര്യമുണ്ട്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? സുഗതൻ എന്തായാലും അകത്ത് കിടക്കുകയാണ്. 3 കൗൺസിൽ യോഗങ്ങൾ അടുപ്പിച്ച് പങ്കെടുത്തില്ലെങ്കിൽ പിന്നീട് എന്തെങ്കിലുമൊക്കെ നിയമ നടപടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പോഴാണ് പെട്ടെന്ന് 6 മാസത്തെ അവധി അങ്ങ് സുഗതന് കൊടുത്തിരിക്കുന്നത്. അത് സുഗതന് അകത്ത് കിടക്കുന്ന സുഗതൻ ഇതൊക്കെ ചിലപ്പോൾ അറിയുന്നുണ്ടാവും, എങ്ങനെയാണ് എന്നൊന്നും അറിയില്ല. നിസാര ആളൊന്നുമല്ല ഈ പറയുന്ന സുഗതൻ. കാപ്പ കേസ് പ്രതി എന്ന് പറഞ്ഞു. അതുപോലെ അക്രമ സംഭവമുണ്ട്, വാഹനം തടയലുണ്ട്, അങ്ങനെ നിരവധിയായിട്ടുള്ള കേസുകളൊക്കെ തന്നെയും നിരവധി കേസുകളാണ്. പോലീസ് സ്റ്റേഷനിൽ ചെന്ന മറ്റേ സിനിമയെ കാണിക്കുന്ന പോലെ വലിയ മോഹൻലാലിന്റെ വലിയ ചിത്രം ഒട്ടിച്ചു വെക്കുന്ന പോലെ സുഗതന്റെ ഫസ്റ്റ് വലിയ ചിത്രം ഇങ്ങനെ ഒട്ടിച്ചു വെക്കുന്നുണ്ടാവും അല്ലെ? അത്തരം കേസുകളുണ്ട്, നിരവധി കേസുകളുണ്ട്. അത് ഒന്നും പറയാനില്ല. കാപ്പ കേസാണ്. ഇതില് രസം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന BJPയുടെ ഭരണം തുലാസിലാകുമോ എന്നുള്ളതാണ്. നമുക്കറിയാം BJPയുടെ ഭരണം അവിടെ സീറ്റുകളൊക്കെ അവർ നേടിയിട്ടുണ്ട്. 50 സീറ്റുകളൊക്കെ BJP അവിടെ നേടിയിട്ടുണ്ട്. ഈ സുഗതനും കൂടെ പോയി കഴിഞ്ഞാൽ 49 ആകും. ഒരു തുലാസിലാവും ഭരണം. 29 LDFനുള്ളത്, പിന്നെ 20 UDF, അങ്ങനെയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഭരണം അതിലൊരു സ്തംഭനം ഉണ്ടാവും എന്നുള്ളതാണ് ഇവർ BJP ഭയപ്പെടുന്ന ഒരു കാര്യം. ആ സമയത്താണ് ഈ പറയുന്ന 6 മാസത്തെ അവധി ഉൾപ്പെടെ സുഗതനെ കൊടുത്തിരിക്കുന്നത്. എന്താണെങ്കിലും കാപ്പ കേസ് പ്രതി ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു കൗൺസിലറെ നമ്മൾ ആദ്യമായിരിക്കും ഒരു കൗൺസിലർ ഒന്ന് ഓർത്തു നോക്കുക. ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു കാര്യം, അതിന് അനുമതി കൊടുത്തിരിക്കുന്നത് ഹൈക്കോടതിയാണ്, സർക്കാരല്ല എന്നുള്ളതൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാണെങ്കിലും അനുമതി ലഭിച്ചു. എങ്ങനെയാ അദ്ദേഹത്തിന്റെ ആദ്യത്തെ കൗൺസിൽ സത്യപ്രതിജ്ഞ എങ്ങനെയാ വേണ്ടാതാവുന്നത്? ഞാൻ ഇന്നലെ കോർപ്പറേഷനിലേക്ക് നോക്കുമായിരുന്നു. അപ്പൊ ഇങ്ങനെ കേൾക്കുന്ന കുറെ നിലവിളികളുണ്ട്. അയ്യോ സുഗതനെ കൊണ്ടുപോകല്ലേ, ഞങ്ങളുടെ സുഗതനെ കൊണ്ടുപോകല്ലേ എന്നൊക്കെ പറഞ്ഞ് നിരവധി ഉയർച്ചകളാണ്. അല്ലെങ്കിൽ ഒരൊച്ച ഉണ്ടാക്കുകയാണ്, കൊണ്ടുപോകരുത് ഞങ്ങളുടെ സുഗതനെ, കൊണ്ടുപോകരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഭയങ്കര ഒച്ചപ്പാടാ. എന്ത് രസം അത് കേക്ക്. ഞാനാ വിചാരിക്കുന്നേ ഇപ്പം ഈ സാറിനെയും മറ്റേ എൻ്റെ കുഞ്ഞുവിൻ്റെ മോനെ കൊണ്ടുപോകല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുന്നു. ഇപ്പം ഇതിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ജയിലിൽ ചെന്നാലും സുഗതൻ എന്തായാലും ഒരു രാജപദവി അവിടെ ഉണ്ടാവും. കൗൺസിലർ ആണല്ലോ അല്ലേ? 2 പാറാവുകാര്, ഹൈ ക്ലാസ് ഫുഡൊക്കെ ആയിരിക്കും. ഇപ്പം എനിക്ക് തോന്നുന്നു മറ്റേ ഗോതമ്പ് ഫുഡൊന്നും ആയിരിക്കില്ല, മറ്റേ ഹൈ ക്ലാസ് ഫുഡൊക്കെ ആയിരിക്കും കൊടുക്കുന്നതൊക്കെ. അത്യാവശ്യം നല്ല ഫുഡൊക്കെ ആവാനാ വഴി. എന്തായാലും ഒരു രാജകീയ പദവി അവിടെ തന്നെ ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഉണ്ടാകും, അറിയില്ല ഇത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഈ ഭരണം തുലാസിലാകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് ഈ BJPയെ സംബന്ധിച്ചിടത്തോളം. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് എങ്ങനെയാണ് അത് അവരുടെയൊക്കെ ഇപ്പൊ സുഗതന്റെ ഉൾപ്പെടെ ഈ സത്യപ്രതിജ്ഞ റദ്ദാക്കുന്നത്. അവരൊക്കെ തന്നെയും ദൈവങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട്, ഇപ്പോൾ പത്മനാഭസ്വാമിയുണ്ട്, അയ്യപ്പനുണ്ട്, ഇവരെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്തു എന്നുള്ളതാണ്. ആ കൂട്ടത്തിലാണ് ഈ സുഗതനും പെട്ടിട്ടുള്ളത്. അങ്ങനെയാണല്ലോ രണ്ടാമതും സത്യപ്രതിജ്ഞ ചെയ്യേണ്ട ഒരു സാഹചര്യം കൂടെ വന്നിട്ടുള്ളത്. അപ്പോൾ ദൈവത്തെ കൂട്ടുപിടിച്ച് പക്ഷെ ചെയ്യുന്ന പ്രവർത്തികളൊക്കെ തന്നെയും അക്രമ സംഭവങ്ങളും ഒരു കാപ്പ ചുമത്താൻ പാകത്തിലുള്ള സംഭവങ്ങളൊക്കെയാണ് സുഗതൻ ചെയ്തു വെച്ചിട്ടുള്ളത്. അത് ജനപ്രതിനിധി എന്ന രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ടു, എന്തോ ആയിക്കോട്ടെ. പിന്നീട് അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ളൊരു ഭരണം ആ വാർഡിനകത്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ള സംശയമാണ്. കാരണം മനസ്സിലാക്കുന്നത് ഇവിടെ തല പിടിച്ചവർ തന്നെ ഇത് അവർക്ക് തന്നെ അത് പാരയാവും എന്നുള്ളതാണ്. ഇപ്പോൾ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചപ്പോൾ BJPക്കുണ്ടായ ഒരു ഭയങ്കര അവരുടെ ഒരു ഓറ ഇങ്ങ് പൊങ്ങി ഒരുപാടല്ലേ. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയായിരുന്നു. ഇവരുടെ ഒരു ഓറ ഇങ്ങോട്ട് വലുതായി തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചപ്പോൾ.
ആ ഓറ തല്ലിക്കെടുത്താനാണ് സുഗതൻ ജനിച്ചു വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ സുഗതനെ അവിടെ വന്നിട്ടുള്ളത് ഓറ കെടുത്താനായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ചിലപ്പോൾ ആ ഓറ നഷ്ടപ്പെടും സുഗതൻ ഒരൊറ്റ ഒരാൾ കാരണം. അത് തല്ലിക്കെടുത്താൻ സുഗതന് ചിലപ്പോൾ പറ്റുമായിരിക്കും അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക്. കാരണം ഇപ്പോൾ മാസത്തിലോ അല്ലെങ്കിൽ വർഷത്തിലോ ഒരിക്കൽ ഇത്ര മീറ്റിംഗ് വെച്ച് അവിടെ പങ്കെടുക്കണം, ഈ കോർപ്പറേഷനിൽ പങ്കെടുക്കണം, അല്ലെങ്കിൽ ആ സ്ഥാനം പോവും. അവർ പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാൽ ആ സ്ഥാനം പോവും. അതാണ് അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൊണ്ടുവന്നത്. ഇപ്പം ഇവിടെ 6 മാസത്തേക്ക് അവധി കൊടുത്തേക്കുവാണ്. അതാകുമ്പോൾ ഒന്നും ചോദിക്കണ്ടല്ലോ. സുഗതനെ ഞാൻ അവധി തന്നിരിക്കുന്നു, പൊക്കോളൂ അല്ലേ. അവിടെ ശബരിനാഥനൊക്കെ വളരെ കളിയാക്കിയാണ് അതിനെ പരാമർശിച്ചിട്ടുള്ളത്, വി രാജേഷിൻ്റെ ആ പ്രസ്താവനയൊക്കെ. 51 പേരാണ് ഇന്നലെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സുഗതനെ അവധി കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് 51 പേരാണ് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എങ്ങനെയായിരിക്കും ഇനി ഇതിൻ്റെ മുന്നോട്ടുള്ള നീക്കങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവിടെ സുഗതനെ കൊണ്ട് BJPക്ക് എന്തായാലും ആകെ ഒരു നാണക്കേടിൻ്റെ അതാണ് ഞാൻ പറഞ്ഞത്. തലയാണ് പിടിച്ചിരിക്കുന്നത്, തിരുവനന്തപുരമാണ് പിടിച്ചിരിക്കുന്നത്. തല പിടിച്ചെങ്കിൽ അവർക്ക് ഉടലിലേക്ക് വരാൻ വലിയ താമസമൊന്നും വേണ്ട. അപ്പം ഞാൻ പറയുന്നത്, തല പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ തലയ്ക്ക് നാണക്കേട്, ആ തല മുണ്ടിട്ട് നടക്കാൻ വേണ്ടിയുള്ള പാകത്തിന് സുഗതൻ ഒരുക്കി വെച്ചിട്ടുണ്ട് എല്ലാം.